ആയിട്ട് കുറച്ച് എൻഗേജ്ഡ് ആയിരിക്കും. എങ്കിൽ തന്നെയും കുറച്ചു നേരം ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സെഷന് നമ്മൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യാനുള്ള കാരണം. നമ്മളുടെ ഫിറ്റ്നസ് ട്രെയിനർ അജ്മൽ ബ്രോ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മളെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യും. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഓൾറെഡി റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ആഹ് ഇത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിസൾട്ടുകളൊക്കെ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ലൈഫ് ലോങ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ലക്ഷ്യം തന്നെ, മിഷൻ തന്നെ, നിങ്ങൾ കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിൽ നിന്നും നിങ്ങളുടെ എന്താ പറയാ, ഹെൽത്ത് ഇഷ്യൂവിൽ നിന്നൊക്കെ റിക്കവറി ആയി നല്ലൊരു ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ നിങ്ങളും ചെയ്യുക, നിങ്ങളെ കൂടുള്ള ആൾക്കാരെ നിങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ മിഷൻ. അങ്ങനെ നമ്മളെ ഇന്ത്യയെ ഹെൽത്തി ആക്കി ഫിറ്റ് ആക്കിയുള്ള ഒരു ഫിറ്റ് ഭാരതാക്കി നമുക്ക് മാറ്റണം. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനിവാര്യമാണ്. അപ്പൊ അതിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റിയിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ കുറെ മോട്ടിവേഷൻ അല്ല. നമ്മുടെ ദൈനംദിന ദിനത്തിന് എന്താണ് ആവശ്യം എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ അതില്ല. മുന്നിൽ എന്താണോ കിട്ടിയത് അതാണ് കഴിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൺട്രോളാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പോഷകാഹാരം നിറഞ്ഞ ഭക്ഷണങ്ങൾ അത്യാവശ്യമാണ്, ഇത് ആരോഗ്യത്തിന് അനിവാര്യമാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? വെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടത്, അതിന്റെ നിർണായക പങ്ക് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്, പ്രോട്ടീനുകൾ ആവശ്യമാണ്, കൊഴുപ്പുകൾ ആവശ്യമാണ്, വിറ്റാമിൻ ആവശ്യമാണ്, ഇനി ധാതുക്കൾ ആവശ്യമാണ്. ഇതൊക്കെ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഓരോ ദിവസങ്ങൾ നിങ്ങൾ നമ്മുടെ പോർട്ടലിലുള്ള ക്ലാസ്സുകൾ, ലൈവായിട്ടുള്ള സെഷനുകളിലൂടെ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഒന്ന് ടേസ്റ്റിന് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, അത് ആഹാരം എന്നാ പറയാം. എന്നാൽ നമ്മുടെ ശരീരം നല്ല ആകാൻ അല്ലെങ്കിൽ ആരോഗ്യവാനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണ് ആവശ്യം? പോഷകങ്ങളാണ് ആവശ്യം. ഇത് ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് പല രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് മുന്നേ. എന്നാൽ ഇപ്പോൾ അതിനെ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ കൃത്യമായി പിന്തുണക്കാൻ ആവശ്യമായ ഒരു പ്രാഥമിക കാര്യങ്ങളാണ് പോഷകങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തൊക്കെയാണ് പെടുക? കാർബോഹൈഡ്രേറ്റ് പെടുന്നുണ്ട്, പ്രോട്ടീൻ പെടുന്നുണ്ട്, കൊഴുപ്പുകൾ പെടുന്നുണ്ട്, വിറ്റാമിനുകൾ പെടുന്നുണ്ട്, ധാതുക്കൾ ഇതൊക്കെ പെടുന്നുണ്ട്. അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പല ആൾക്കാരുടെയും എക്സൽ ഷീറ്റ് എനിക്ക് അയച്ചത് ഞാൻ കണ്ടു. നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഞാൻ പറയാം, അന്ധമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് റിസൾട്ട് വന്നിരിക്കും. ട്രാക്ക് ചെയ്തോ, നിങ്ങൾക്ക് റിസൾട്ട് വന്നിരിക്കും. അതിന് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരുക എന്നതാണ് വളരെ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുലർത്തുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റെക്ക് ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ട്. ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അജ്മൽ ബ്രോ തന്നെയാണ്. അജ്മൽ ബ്രോ ഒരു യാത്രയിലാണ്, എങ്കിൽ തന്നെയും അദ്ദേഹം നമ്മളുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും പ്രധാനമായിട്ടും ശബ്ദം ഓടിയവളല്ലേ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒന്ന് ഒരാൾ പറയോ എന്റെ ശബ്ദം? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോ ഇന്ന് അജ്മൽ ബ്രോ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അജ്മൽ ബ്രോ ലൈനിലുണ്ടോ? അജ്മൽ, സംസാരിച്ചോളൂ. ഹലോ ഹലോ. ഓക്കെ. വെൽക്കം. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു.
ഞാൻ പുറത്താണ്. സ്റ്റാർട്ടിങ് കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫസ്റ്റ് എന്നെ അറിയാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അജ്മൽ എന്നാണ്. ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറാണ്, പ്ലസ് ന്യൂട്രീഷൻ കോച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നോട് ചോദിക്കാം. ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അസുഖം വരുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്നും ലൈഫ് സ്റ്റൈലിൽ നിന്നുമാണ്. പണ്ടത്തെ പോലെ ഒന്നല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. സോ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ ഇന്ന് എല്ലാവരും നോർമലൈസ് ചെയ്ത് വെച്ചേക്കണേന്ന്. ഒരു പ്രായപരിധി കഴിഞ്ഞാൽ അത് എന്തായാലും വരും 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 എന്നുള്ള ഇതിൽ. അപ്പൊ അത് വരാതിരിക്കാൻ എന്താ നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ: നമ്മൾ ശരീരത്തിനുള്ള എക്സസൈസും കൊടുക്കുക, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഫുഡും കഴിക്കുക. അപ്പോ ഞാൻ കൂടുതലായിട്ട് ഇൻട്രൊഡക്ഷൻ നടന്ന് ടൈം അടുപ്പിക്കുന്നില്ല. ഞാനൊരു ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ അനീഷ് ഭായി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നിൽ ബന്ധം വെച്ചിട്ട് കയറിയതാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളൂ, നമുക്ക് സംസാരിക്കാം. അനീഷ് ഭായി, എന്താണ് ഇവിടെ ഡിസ്കഷൻ നടക്കുന്നത് ഇപ്പോ? ഇവർക്ക് ഇപ്പൊ നിലവിൽ ഓൾറെഡി ഫുഡ് ഹാബിറ്റും ഇപ്പൊ അതേപോലെ അവരുടെ നിലവിലുള്ള കലോറി ട്രാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഓക്കെ. അടിപൊളിയായിട്ട് തന്നെ ഓരോരുത്തർ ഫുഡുകൾ ഓരോ ദിവസം തന്നെ ഉണ്ടാക്കി നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി അയച്ചു തരുന്നുമുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓരോരുത്തർ ഉണ്ടാക്കുന്ന ഫുഡുകളാണ് ഇതൊക്കെ. കണ്ടോ? ബ്രോ കണ്ടോ? ആ, ഇതൊക്കെ ഓക്കെ ഓക്കെ. വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഓരോരുത്തർ ഓരോ ദിവസം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് കുറച്ചുകൂടി മാഡ് ഓൺ ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കുറച്ച് ടിപ്സുകൾ ട്രിക്സുകളൊക്കെയാണ് ഉള്ള സത്യം പറഞ്ഞത്. പറഞ്ഞാല് ഇത് തന്നെയാണ് കറക്റ്റ് മെത്തേഡ്. ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചേക്കണത്, നമ്മളെല്ലാവരും മുന്നേ ചീരിഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഒരു പ്ലേറ്റ് ഫുള്ള് ചോറും കുറച്ച് പച്ചക്കറികളായിരുന്നു. ഇപ്പൊ ആ ഒരു സിസ്റ്റം മാറി നിങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി വിജയിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യണമെന്ന് കഴിഞ്ഞാൽ എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. അതായത് ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ആ കഴിച്ച ഫുഡ് കറക്റ്റ് സ്ഥലത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ശരീരം എക്സസൈസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. നമുക്ക് ഫാറ്റിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടിയത് മസിൽസ് ആണ്. മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചധിക കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു പ്രായം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ഒന്ന് വളഞ്ഞു പോണത്. അത് മസിൽസ് സ്ട്രെങ്ത് ഇല്ലാണ്ടാവുമ്പോഴാണ്. ഫുൾ സ്ട്രെസ് നമ്മളെ ബോണിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ജോയിന്റ് പെയിന്, അതുപോലെ നടുവേദന, ഇരുവളവ്, അങ്ങനെ പോണത്. അപ്പം ജോയിന്റ്സിന് സ്ട്രെസ് കൊടുക്കാതെ നമ്മുടെ ജോലി മുഴുവൻ ചെയ്യേണ്ടത് ശരിക്കും നമ്മളെ മസിൽസ് ആണ്. അപ്പൊ ആ മസിൽസിന് സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോകണം, വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. അതിപ്പോ എന്താ പറയാ, ഒരു അബ്നോർമൽ അല്ലെങ്കിൽ ഒരു നോർമൽ അല്ലാത്തൊരു കാര്യമാക്കിയിട്ട് കാണരുത് ആരും. എല്ലാവരും എന്ന് വിചാരിച്ചാൽ ജിമ്മിൽ പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിലൊക്കെ എന്തിനാ പോണെന്ന് എന്നുള്ള ഒരു സംസാരം എല്ലാവരും സംസാരിക്കുക. എന്നാ ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ ആക്കുക. ശരിക്കും അതല്ലേ നമ്മൾ നോർമൽ അല്ലാത്ത കാര്യം. ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു നോർമൽ അല്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ നോർമൽ അല്ലാത്ത കാരണമാണല്ലോ നമ്മളെ ഹെൽത്ത് നോർമൽ അല്ലാത്ത കാരണമാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പൊ അതാണ് ശരിക്കും നോർമൽ അല്ലാത്ത കാര്യം. ജിമ്മിൽ പോണത് നോർമലും ഹോസ്പിറ്റലിൽ പോണത് നോർമൽ അല്ലാത്ത കാര്യം. ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ ജിമ്മിൽ പോണെന്ന് പറഞ്ഞു, ഓ ജിമ്മിലൊക്കെയാണോ പോണത്, എന്തിന്, അങ്ങനത്തെ കുറച്ച് ടോക്കാണ്. ശരിക്ക് ജീവിതകാലം മുഴുവൻ മരണം വരെ നമ്മ ജിമ്മിൽ പോകുന്നുള്ളൊരു ഒരു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന 50% അല്ല, വേണമെങ്കിൽ ഒരു 99% ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ മാസം മാസം ഓരോ ഹോസ്പിറ്റലിലും പോയി പൈസ ചെലവാക്കുന്നേക്കാൾ എത്രയും നല്ലതാണ് ഒരു 1000 രൂപക്ക് ഒരു ജിം മെമ്പർഷിപ്പ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, നിങ്ങൾക്ക് ഫുഡിലൊരു കൺട്രോളും വെക്കണം. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ഇഷ്ടപ്പെട്ട എന്തും കഴിക്കാം. പ്ലസ് വർക്കൗട്ടും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഒരു ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യില്ല. നിങ്ങൾ ഫുഡ് കുത്തി നിറച്ച് കഴിച്ച് പിന്നെ മേലെ നിങ്ങാതിരിക്കുമ്പോഴാണ് പല അസുഖങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ എനിക്കിപ്പോ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും നല്ല രീതിയിലാണ് ഇപ്പൊ ഫുഡ് ട്രാക്ക് ചെയ്ത് പോണത്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു മെത്തേഡിൽ തന്നെ പോയാൽ മതി. ഇനി ചെയ്യണമെന്ന് വെച്ചാല് പ്രോസസ്ഡ് ഫുഡ് കൂടുതലായിട്ട് ഒഴിവാക്കുക. അതായത് കുക്കിംഗ് അധികം കുറക്കുക. മാക്സിമം ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ റോ ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ഒരിക്കലും ജ്യൂസ് അടിച്ച് കുടിക്കേണ്ട ആവശ്യം ഇല്ല. എന്തായാലും അരിഞ്ഞ് നിങ്ങൾ റോ ആയിട്ട് കഴിക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ഫൈബറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതിൽ പിന്നെ അതൊരു ഷുഗറി ഡ്രിങ്ക് ആയി മാറും, പ്രത്യേകിച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്യുമ്പോൾ. സോ എന്ത് കാര്യങ്ങളും ഒരു റോ ആയിട്ട്
കഴിക്കുമ്പോൾ ഇപ്പൊ ഒരു മുട്ട പുഴുങ്ങുകയാണെങ്കിൽ തന്നെ ഒരു ഫുൾ വേവ് ആക്കാതെ എന്താ പറയാ ഒരു ഹാഫ് ബോയിൽഡ് ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ എല്ലാ ഫുഡും അങ്ങനെ തന്നെ. ഇപ്പൊ പച്ചക്കറി കഴിക്കുകയാണെങ്കിൽ തന്നെ ഫുൾ ആയിട്ട് കുക്ക് ആകരുത്. ആ ഒരു രീതിയിലാണ് നമ്മൾ പണ്ടത്തെ കാലത്തുള്ള ആൾക്കാരൊക്കെ ചിരിഞ്ഞ് ശ്രദ്ധിച്ചാൽ മതി. അവരൊക്കെ ഈ പറഞ്ഞ പോലെ മിനിറ്റുകളോളം മണിക്കൂറുകളോളം ഇരുന്ന് വേവിക്കണ പരിപാടി ചെയ്യില്ല. അവരൊക്കെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുള്ളൂ. നമ്മളാണ് ഇപ്പൊ ഒരുപാട് മസാലകളും അതും ഇതൊക്കെ ചേർത്ത് അതിന്റെ ആ ഒരു ഇത് പോവും. സോ മസാലകളും ഈ പറഞ്ഞ പോലെ. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഷുഗർ മാത്രം കട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഷുഗർ കട്ട് ചെയ്യുന്നവര് അതേപോലെ അപ്പുറത്തെ സോഡിയം, അതായത് ഉപ്പിന്റെ കണ്ടന്റും കുറക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നേരെ ഉൾട്ടടിക്കും. നമ്മൾ വിചാരം ഷുഗർ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വായിന്ന. ഷുഗർ കുറക്കണമെങ്കിൽ അപ്പുറത്ത് നമ്മൾ അതിന്റെ അനുസരിച്ച് ഉപ്പിന്റെ അളവും കുറക്കണം. ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ അധികം ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഷുഗർ തീരെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഷുഗർ മീൻസ് അഡീഷണൽ ഷുഗർ, ഈ പഞ്ചസാര, ശർക്കര പോലത്തെ. നമ്മളെ നോർമലി നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൽ തന്നെ നാച്ചുറൽ ഷുഗർ ഉണ്ട്. അത് മതി നമ്മുടെ ശരീരത്തിന്. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ കുക്ക് ചെയ്യുമ്പോഴേ ഓയിലിന്റെ ഉപയോഗങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ ഇപ്പോ വെജിറ്റബിൾ സാലഡ് പോലെ ഇപ്പോ ചോറിന്റെ കൂടെ വെജീസ് കഴിക്കാൻ താല്പര്യമുള്ളവരെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വെജീസ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അരിഞ്ഞ് കഴിച്ചാൽ മതി. അതാണ് ശരിക്കും ബെറ്റർ. പിന്നെ ഓക്കെ, മനുഷ്യന്മാരാണ്, എപ്പോഴും ഒരേ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ചീറ്റ് മീൽ എടുക്കണമെന്ന് ഒരു പ്രശ്നമില്ല. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വർക്കൗട്ടിലാണ്. ഫുഡിന്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പൊ നല്ല അടിപൊളിയായിട്ടാണ് പോണത്, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ എല്ലാവരും വർക്കൗട്ടൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത്യാവശ്യം ബ്രോ ഒരു ചോദ്യം വന്നിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ സ്പീഡിൽ ചെയ്യാൻ കഴിയില്ല. ഓൾറെഡി ബാക്ക് പെയിൻ ഉണ്ട്. ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്? വെയിറ്റ് ലോസ് നടത്താനുണ്ട്, 32 കിലോ വെയിറ്റ് ലോസ് നടത്താൻ. ബാക്ക് പെയിൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങളൊരു ജനറൽ ട്രെയിനർ എടുക്കണേക്കാട്ടി നല്ലതൊരു പേഴ്സണൽ ട്രെയിനിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ഗൈഡൻസ് ചെയ്ത് തരും. ഇപ്പൊ ബാക്ക് പെയിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിലും എന്ത് പെയിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ബാക്കിലത്തെ മസിൽസ് സ്ട്രെങ്ത് ചെയ്യാന്നാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ ബാക്ക് പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ മസിൽസ് വീക്ക് ആയിരിക്കും. അപ്പൊ മസിൽസിന് സ്ട്രെങ്ത് കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വർക്കൗട്ടുകൾ ഒരുപാട് ഉണ്ട്. അപ്പൊ നേരെ പോയിട്ട് ജിമ്മിൽ പോയിട്ട് കണ്ണി കണ്ട വെയിറ്റ് എടുത്ത് പൊക്കി കഴിഞ്ഞാൽ പണി വാളും. സോ അവിടുത്തെ ട്രെയിനറെ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറെ കീഴിൽ ഇങ്ങനത്തെ ഇഷ്യൂ, നിങ്ങളെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തന്ന് തട്ടി കുറക്കാൻ പറ്റുന്ന ആൾക്ക് അറിയണ്ടാവും. സോ അതിനനുസരിച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ട്രെയിനറിന്റെ കീഴിൽ പോവുക, കാര്യങ്ങൾ പറയുക, എന്നിട്ട് അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറക്കാൻ പറ്റും. ഡയറ്റ് മാത്രം ഫോളോ ചെയ്ത് കുറക്കാൻ പറ്റും, പക്ഷെ നിങ്ങളെ മസിൽസ് വീക്ക് ആവും. അപ്പൊ നിങ്ങൾ ഈ ബാക്ക് പെയിൻ എന്നുള്ള ഇഷ്യൂ മാറണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ മസിൽസിന് സ്ട്രെങ്ത് വേണം. സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ജിമ്മിൽ പോകണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഒരു ട്രെയിനറുടെ കീഴിൽ ഒരു പേഴ്സണൽ ട്രെയിനിങ് എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഈ സംഭവം പറഞ്ഞ പോലെ ഇത് സിവിയർ ആയതിനു ശേഷം പിന്നെ അയ്യോ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ഇപ്പൊ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. സോ ധൈര്യമായിട്ട് ജിമ്മിൽ പോവാം. നല്ല ട്രെയിനറെ ഒരെണ്ണം സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്ത് വെയിറ്റ് കുറക്കാൻ പറ്റും. ഓക്കെ. ഓക്കെ, ഇനി അജ്മൽ ബ്രോനോട് ഫ്രാങ്ക് ആയിട്ട് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് ചോദ്യവും ഞങ്ങൾക്ക് ചോദിക്കാം. ആരാണ് ഓപ്പൺ ആക്കിയിട്ട് ചോദിക്കുക? ശ്രീജ മാഡം, ദേവിക, ജൂബി മാഡം, ധന്യ മാഡം ചോദിക്കാനുണ്ടെങ്കിൽ. ഹായ് ജൂബി മാഡം ചോദിച്ചോളൂ. അജ്മൽ ബ്രോ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പിന്നെ എനിക്ക് ഡിസ്ക് ബൾജും കുറച്ച് സർവിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 1 hour യോഗ ചെയ്യുന്നുണ്ട്, പ്ലസ് 15 minute വാക്കിങ്ങും ചെയ്യുന്നുണ്ട്. വെയിറ്റ് ലോസ് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇത് തന്നെ മതിയോ? ഇനി ജിമ്മിൽ എനിക്ക് പോകണ്ടെന്നാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. സോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് ഓക്കെ ആണോ? ഡോക്ടർ ഏത് ഫീസ് എങ്ങനെയാണ് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാവോ? എനിക്ക് ഡിസ്ക് ബൾജ് ഉണ്ട്. ആ ഡിസ്ക് ബൾജ് S1 വരയ്ക്കും പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഓക്കെ. എനിക്ക് ഈ ഏഹ്, കാലിന്റെ ആ ഭാഗമൊക്കെ അപ്പം മരവിപ്പാണ്. സോ ഓക്കെ. അതിന് ഒരു 1 month ഫിസിയോ എടുത്തു. ഇപ്പൊ ആ വന്നിട്ട് യോഗ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 hour മോർണിംഗ് യോഗ ചെയ്യുന്നുണ്ട്. പിന്നെ അധികം എനിക്ക് എന്ത് ചെയ്യണോ അത് മാത്രമേ അവർ തരുള്ളൂ, എല്ലാ ഇത് പോസ്റ്ററും തരില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ജിമ്മിൽ പോവണ്ട, യോഗ മാത്രം മതി എന്ന്. അപ്പൊ ആ അത് നമ്മുടെ ഈ ഈ ഇത് എത്രത്തോളം വിഷയം സിവിയർ ആണ് എന്നനുസരിച്ച് ഇരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
എന്റെ ഒരു ക്ലയന്റ് ഉണ്ട്, ആള് ഡിസ്ക് ബൾജ് ഉള്ളതാണ്. പക്ഷെ ഉം, ആള് ഈ പറഞ്ഞ പോലെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ട് തന്നെയാണ് ആള് വെയിറ്റ് കുറക്കുന്നത്. പക്ഷെ അത് ശ്രദ്ധിച്ച് കൂടെ നിന്ന് ചെയ്യിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ അതെ. നമ്മൾ ലോവർ ബോഡിക്ക് അത്യാവശ്യം നല്ല സ്ട്രെങ്തനിങ് ഉള്ള വർക്കൗട്ടുകൾ, ഇപ്പോ അധികം നടുവിലേക്ക് സ്ട്രെസ് പോവാതെയുള്ള വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഡോക്ടറിന്റെ ഉം, ക്ലിയറൻസ് വേണം, എന്നാലും നമുക്കത് ചെയ്യാൻ അതെ. പറ്റുള്ളൂ. ഡോക്ടറോട് ചോദിച്ച് നോക്കിയിട്ട് ശരിക്കും മസിൽസിന് സ്ട്രെങ്ത് വേണം. അങ്ങനെയാണ്. ചിലപ്പോൾ ആള് കുറച്ചുകൂടെ റെസ്റ്റ് പറഞ്ഞിട്ട് ചിലപ്പോ ഓക്കെ ജിമ്മിന് പോവാന്ന് പറയുമായിരിക്കും. ഒന്നുകൂടെ ചോദിച്ചു നോക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് ഓക്കെ. മാറ്റി കാണിച്ചു നോക്കുക. ചിലപ്പോൾ ഈ ഡോക്ടർ, എല്ലാ ഡോക്ടർമാരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ആ എന്റെ എത്ര വെയിറ്റ് ഉണ്ട് ഇപ്പോ? ഞാൻ വെയിറ്റ് വന്നിട്ട് 76 ആയിരുന്നു, ഇപ്പൊ 1 കിലോ കുറഞ്ഞു. പിന്നെ 76. 157 ആണ് ഹൈറ്റ്. അത്യാവശ്യം വലിയ ഓവർ വെയിറ്റ് ഇല്ല, എന്നാലും മസിൽസ് സ്ട്രെങ്ത് ആ ചെയ്യണം. അപ്പോ റെസ്റ്റ് ചെയ്യുക, എന്നിട്ട് നൈസായിട്ട് ഒന്ന് ഡോക്ടറെ സ്വിച്ച് ചെയ്ത് നോക്കുക, വേറെ ഡോക്ടറെ ഒന്ന് കാണിച്ചു നോക്കുക, എന്നിട്ട് ആളോട് സംസാരിച്ച് ക്ലിയറൻസ് വാങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ജിമ്മിൽ പോണത് തന്നെയാണ്. ഈ നടുവിന് സ്ട്രെങ്ത് ഇത് പോവാത്ത രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇനിയിപ്പോ നമുക്ക്, സോറി, യോഗ മാത്രം പോരാല്ലേ? ഈ ഇപ്പോഴത്തെ കണ്ടീഷനിൽ യോഗ മാത്രം ചെയ്താൽ മതി, എന്നിട്ട് റെസ്റ്റ് എടുക്കുക. എന്നിട്ട് ആ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ എത്ര ആയി തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ട് ഇപ്പൊ 4 വർഷമായി. 4 വർഷമായി. ഉം. എങ്ങനെ സംഭവിച്ചത്? വീഴുക അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? വീണിട്ടുണ്ട്, ഒരു വട്ടം വീണു. പിന്നെ ഇപ്പൊ സെക്കൻഡ് ബേബി ആയതിന് പിന്നെയാണ് ഇത് അധികം പെയിൻ ആകാൻ തുടങ്ങി. ആദ്യമൊന്നും എനിക്ക് വേദന ഉണ്ടായെങ്കിലും ഇത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അധികമായി വേദന. ഓക്കെ, മനസ്സിലായി. ഉം. അപ്പൊ ഒരു ഫിസിയോ ഫിസിയോ ഇപ്പൊ ചെയ്യാറുണ്ടോ? ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഫിസിയോ ഒരു 1 മന്ത് പോയി ഞാന് കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പൊ അവര് ഈ യോഗയിൽ പറഞ്ഞു തരുന്ന ഇത് തന്നെയാ അവിടെയും പറഞ്ഞു തരുന്നത്. അപ്പൊ ഓക്കെ, ഞാൻ ഓക്കെ. വീട്ടിൽ തന്നെ യോഗ ചെയ്യാ പറഞ്ഞിട്ട് വന്നു. ആ, ഓക്കെ, ഓക്കെ. ഇതിപ്പോ മെഡിക്കൽ ഉം. കണ്ടീഷൻ മൊത്തം നോക്കിയാലേ നമുക്കൊരു കറക്റ്റ് റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും യോഗ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ശരി. എന്താണ് അവസ്ഥ നോക്കുക. എന്നിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡോക്ടറെ മാറ്റി കാണിച്ച് നോക്കുക, എന്നിട്ട് ആളോട് കാര്യം പറയുക. എന്നിട്ട് ജിമ്മിൽ ഓക്കെ. പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ജിമ്മിൽ വെയിറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരുപാട് വർക്കൗട്ടുകൾ ഉണ്ട്. അങ്ങനെ ചെയ്ത് നമ്മ ബാക്ക് കാര്യങ്ങളൊക്കെ സ്ട്രെങ്ത് ആക്കിയിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ താങ്ക് യു ബ്രോ. അന്ന് ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും താങ്ക് യു അജ്മൽ ബ്രോ, താങ്ക് യു ധന്യ മാഡം. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാൻ? വെയിറ്റ് സ്റ്റക്കായി നിൽക്കുന്നവര്, ഏതെങ്കിലും തരത്തിൽ കുറച്ചുകൂടി ഗ്രാജുവലി ആയിട്ട് ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര്? ഈ ജിമ്മിൽ പോകുക എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രായോഗികമായ കാര്യമല്ല. അജ്മൽ ബ്രോ, അപ്പൊ അതിന് ബദലായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ നല്ലത്. സാധനം എടുക്കാൻ പോ. സാധനം എടുക്കാൻ പോ. എന്നിട്ട് ഫ്രീ സാധനം കേട്ടിട്ടുണ്ടേ. അജ്മൽ ബ്രോ. ഹലോ, എന്താ പറഞ്ഞ കേട്ടില്ല. ജോബി മാഡം ചോദിച്ചു, എല്ലാവർക്കും ജിമ്മിൽ പോകുക എന്നുള്ളത് പ്രായോഗികമല്ല, അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറക്ഷൻ ആണ് തരേണ്ടത് എന്നാണ് ജോബി മാഡം പറഞ്ഞത്. വീട്ടിലിരുന്ന് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രേ ഉള്ളൂ. നമ്മ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ജിമ്മിൽ പോകണം എന്നുള്ള കാര്യം പറയുന്നത്. നമുക്കിപ്പോ ഒരു സിവിയർ ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോവാതിരിക്കില്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഹോസ്പിറ്റലിൽ പോവാതിരിക്കില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോണത് റിസ്ക് ആണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അത് ചികിത്സിക്കാൻ നോക്കില്ലല്ലോ, എന്തായാലും ഹോസ്പിറ്റലിൽ പോകില്ലേ. അതേപോലെ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇതിനെയും കണ്ടാൽ മതി. ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഒരാളെ അണ്ടറിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത്രയും ബെനിഫിറ്റ് ആണ്. അതിന് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ ട്രെയിനിങ് എടുക്കുക, ഒരു ഓൺലൈൻ കോച്ചിന്റെ കീഴിൽ ഒരു ഓൺലൈൻ ട്രെയിനിങ് എടുത്ത് ആളുടെ ലൈവായിട്ട് നിന്ന് വർക്കൗട്ടുകൾ കാണിച്ചു തരും. അപ്പൊ അവര് വീട്ടിൽ നിന്ന് രാവിലെ ചെയ്യാൻ പറ്റിയ അജ്മൽ ബ്രോ വർക്കൗട്ടുകൾ. രാവിലെ യെസ്. രാവിലെ മോർണിംഗ് നടക്കുന്ന എക്സസൈസ് ചെയ്യുന്നുണ്ട്, അതിന്റെ റെക്കോർഡ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ആ, ഓക്കെ. പക്ഷെ കുറച്ച് 2-3 എക്യുപ്മെന്റ്സ് നമ്മൾ ഓൺലൈനിൽ തന്നെ വാങ്ങാൻ പറ്റും. അതൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ഏതൊക്കെയാണെന്ന് പറയാൻ കഴിയുമോ? ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് അവർക്ക് വാങ്ങിയിട്ട്? അത് ഈ ഡംബൽസ് പോലത്തെ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, അതായത് 1 kg 2 kg ഒക്കെ പോലത്തെ. ആ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു പേഴ്സണൽ ട്രെയിനറിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകൾ ഉണ്ട്. അതും കൂടെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിനും സ്ട്രെങ്തനിങ് വരും. നമുക്കുള്ള ഈ ജോയിന്റ് പെയിൻ കാര്യങ്ങളൊക്കെ മാറ്റാൻ അത് വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജിമ്മിൽ പോയിട്ട് ചെയ്യുന്ന സെയിം വർക്കൗട്ടുകൾ തന്നെ
വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. ആ ഡംബൽസും ഒരു ചെറിയ ബാറൊക്കെ വാങ്ങി അനീഫ് വീട്ടിൽ ഭായി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. സംസാരിക്കാമോ? ആ സംസാരിച്ചു, ജാഫർക്ക സംസാരിച്ചു. ഞാൻ ആളുണ്ട്, വെയിലുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ആ യജ്മാൻ ബ്രോ സംസാരിച്ചു. ഞാൻ സംസാരിക്കുന്നതല്ലേ, നമുക്ക് വെയിറ്റ് ലോസിനായിരുന്നല്ലോ നമ്മൾ ജോയിൻ ചെയ്തിരുന്നത്. അതെ അതെ അതെ. അപ്പോൾ വെയിറ്റ് ലോസിന് ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ ഫുഡിൽ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ മാക്സിമം പോകുന്നുണ്ട്. പക്ഷെ വെയിറ്റ് ലോസിന് വരുന്ന ഈ എക്സസൈസും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ടുംകാലാണ് നമ്മളെ പ്രശ്നം. ഇപ്പൊ ജമ്പിങ് ജാക്ക്, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ എക്സസൈസ് ഉണ്ടല്ലോ, അത് എനിക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. അത് ഏതെങ്കിലും ദിവസം ചെയ്യുകയാണെങ്കിൽ അന്ന് നല്ല പെയിനാണ്. അപ്പൊ ഈ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ വെയിറ്റ് ലോസിലേക്ക് എക്സസൈസിലൂടെ കൊണ്ടുപോകാൻ പറ്റും? ശരിക്ക് കുറെ തെറ്റിദ്ധാരണകൾ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരിക്കലും ഈ ജമ്പിങ് ജാക്സ് പോലത്തെ മനസ്സിലായി. വർക്കൗട്ട് ഒന്നും ഒരു വെയിറ്റ് ലോസിനുള്ള വർക്കൗട്ട് അല്ല. ആ ആ അതാദ്യം ആ മനസ്സിലാക്കണം. അത് ഒരുപാട് അറിവില്ലാത്ത ആൾക്കാർ, ട്രെയിനർമാരായാലും ജിമ്മിൽ വർക്ക് ചെയ്യുന്നവരായാലും കുറെ 100 ജമ്പിങ് ജാക്സ് അല്ലെങ്കിൽ 10 പുഷപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ അതൊന്നും നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്നില്ല. ഉം വെറുതെ ഉം നമ്മുടെ ശരീരം ഡാമേജ് ആക്കുക എന്നല്ലാതെ. അതൊക്കെ ശരിക്കും മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു അത്ലറ്റിക് ലെവലിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന വർക്കൗട്ടുകൾ കോപ്പി അടിച്ചിട്ട് ചെയ്യുന്നതാ. ഇത് ശരിക്കും ഉം നമുക്കിപ്പോ ഉം ഓക്കെ, ഒരു നോർമൽ ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പ്രായം അങ്ങനെയൊക്കെ മസിൽസ് സ്ട്രെങ്ത് ഇല്ലാണ്ടാവുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ജോയിന്റ് പെയിനും മുട്ടുവേദനയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതെ. അതൊക്കെ വെച്ചോണ്ട് ഇപ്പൊ ഒരു വെയിറ്റ് ലോസ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ വീണ്ടും പറയാം, ജിമ്മിന് പോണതാണ് നല്ലത് എന്നാ. അത് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണില്ല. പക്ഷെ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് പരിമിതികൾ ഉണ്ട്. കാരണം ആ ജിമ്മിലുള്ള അത്രയും ഉം മെഷീൻസ് നമുക്ക് വീട്ടിൽ വാങ്ങിച്ചു വെക്കല് പോസിബിൾ അല്ല. സോ നമുക്ക് അതെ. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ കുറെ കംപ്ലൈൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ജിമ്മിൽ പോയിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ഒരു ഏരിയക്ക് സ്ട്രെസ് പോവാത്ത രീതിയിലുള്ള ഒരുപാട് മെഷീൻസ് ഉണ്ട്. ആ ഉം. മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫാറ്റ് ലോസ് ഒന്നുകൂടെ നമുക്ക് സ്പീഡപ്പ് ആക്കാൻ പറ്റും. അതെ. ആ ആ ആ നമ്മൾ ഇപ്പോ ഈ മുട്ടുംകാലിന് ചെയ്യുന്ന എക്സസൈസ് സെപ്പറേറ്റ് ഉണ്ട്, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയൊരു റിലീഫ് കിട്ടിയിട്ടുള്ളത്. ആ ആ ആ ആ അത് സോ ആ അതന്നെയാണ്. മുട്ടുന്നവിടെ അതന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ എക്സസൈസ് ചെയ്യുക. ആ ഒരിക്കലും ഈ ചാട്ടം ഓട്ടം പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ചെയ്യാതിരിക്കല്ലേ? ആ ശരി. ആ അതൊന്നും ആ ഒരിക്കലും ആ ചെയ്യരുത്. ആ ഈ ശരി. നമ്മളെ കാഫ് മസിൽസ് ഒക്കെ പോലത്തെ മസിൽസിന് നല്ല രീതിയിൽ സ്ട്രെങ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഉം നല്ല ഉം. രീതിയിൽ പറഞ്ഞ പോലെ ജോയിന്റ് പെയിൻ ഒക്കെ ഒന്ന് കുറക്കാൻ പറ്റും. മനസ്സിലാ. അതൊക്കെ പെയിൻ ജിമ്മിൽ റിലീഫ് കുറച്ചാൽ മതി. പോയാലാണ് നമുക്കത് സാധിക്കുള്ളൂ എന്നുള്ളതാണ് കാര്യം. ജിമ്മിന് പോയാലേ സംഗതി നടക്കുള്ളൂ അല്ലേ? ആ ആ ആ അറ്റ്ലീസ്റ്റ് ഒരു 1 month എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു ഏതെങ്കിലും ഒരു ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് എന്നിട്ട് അവരോട് നമ്മളെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ പറയണം, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, എന്നിട്ട് ആ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറോട് കാര്യം പറഞ്ഞ് എന്നിട്ട് ആ ആ ആ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 month ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് ഞാനും പറയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ഡോക്ടർ ക്ലിയറൻസ് മേടിക്കുക. അല്ലെങ്കിൽ ഈ ഫിസിയോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഞാൻ യോഗ ചെയ്തിരുന്നു. യോഗ യോഗ ചെയ്തിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. യോഗ ചെയ്തിരുന്ന സമയത്ത് നല്ല ട്രെയിനറായി, അടിപൊളി യോഗ ട്രെയിനറാണ് ആൾ അദ്ദേഹം. ഓക്കെ ഓക്കെ. പക്ഷെ പുള്ളി ഒന്ന് രണ്ട് മൂവ്മെന്റിൽ എനിക്കത് എന്തോ ഒരു ഡാമേജ് പറ്റി. അത് അതാണ് ഈ ഓൺലൈൻ ഒക്കെ ആയിട്ട് എടുക്കുമ്പോഴുള്ള പ്രശ്നം. എന്താ, നമുക്ക് ഓൺലൈൻ ശരിക്കും അല്ല, നല്ല ഓഫ്ലൈൻ ആയിരുന്നു. ഓഫ്ലൈൻ ആയിരുന്നാ? ആ പുള്ളീനെ ഞാൻ മലന്ന് കിടന്നുകൊണ്ട് രണ്ട് കാലും നീട്ടിയിട്ട് ഒരു കാലും മടക്കിയിട്ട് സൈഡിലേക്ക് വരുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. ഉം ഉം ഉം. ആ മൂവ്മെന്റിൽ എന്റെ കാല് വരാത്ത സമയത്ത് പുള്ളി പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഒരു ആ സപ്പോർട്ട് മനസ്സിലായി. തന്നാണ്. ആ സപ്പോർട്ടിൽ എന്തോ സംഭവിച്ചു, എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തന്നെയാണ് ആ മുട്ടിന് ചുറ്റോറുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യണം. ഇപ്പൊ അതെ. ഇപ്പൊ ഫുൾ സ്ട്രെസ് പോണത് ആ മുട്ടിനായത് കാരണമാണ് അവിടെ ആ പെയിന് കൂടുന്നത്. അപ്പൊ ആ മുട്ടിന്റെ ചുറ്റുഭാഗമുള്ള ഉം, ഉം, മസിൽസ് സ്ട്രെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ജോയിന്റ് പെയിന് കുറക്കാൻ പറ്റും. ഉം, അപ്പൊ ഉം, അത് ഉം, വീട്ടിൽ ഉം. ഇരുന്നുകൊണ്ടുള്ള വർക്കൗട്ടിൽ ശരിക്കും പരിമിതികളാണ്. അപ്പൊ അത് നല്ലത് ജിമ്മിൽ പോണതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ജിമ്മിൽ ഞാൻ പോയിരുന്നു. ജിമ്മിൽ പോയ സമയത്ത് ട്രെയിനർ അത്ര സുഖമില്ലാത്ത ഒരു കാര്യം, ആ നമുക്ക് കപ്പാസിറ്റി തോന്നുന്നില്ല. അതിന്റെ പേരിൽ അവിടെ ആ നിർത്തിയതാണ്. അതുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശരിക്കും നല്ല സർട്ടിഫൈഡ് അതെ ആയിട്ട് അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറെ നമ്മൾ ചൂസ് ചെയ്തെടുക്കണം. അതെ. ആ എല്ലായിടത്തും ആ ചിലപ്പോ ഇപ്പൊ മിക്ക ജിമ്മിൽ ഇപ്പൊ ഇങ്ങനത്തെ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലർക്കും അതെ ജിമ്മിൽ പോകാൻ അതെ ഇപ്പോഴും അതെ. പേടി. ഈ ഒരു അലസത, ഒരു ആ നമ്മളെ ശ്രദ്ധിക്കാത്ത പോലെ. അതെ അതെ, ജമ്പിങ് ജാക്സ് ഒക്കെ പോലുള്ള വർക്കൗട്ട് ചെയ്യിപ്പിക്കുക, ആ അതൊക്കെ ആ ഒന്നും ആ. ഒരിക്കലും ഇപ്പോഴത്തെ സ്റ്റഡീസിൽ അങ്ങനെയൊന്നും ഇല്ല. ഞാനും ഇപ്പൊ ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ പറയുന്നത് ഈ ജമ്പിങ് ജാക്സ് ഒക്കെ ഉം, പോലത്തെ വർക്കൗട്ടുകൾ കാർഡിയോ തന്നെ അധികം ചെയ്യിപ്പിക്കരുത് ഇങ്ങനത്തെ ജോയിന്റ് പെയിൻസ് ഒക്കെ ഉള്ളവരോട്. ഉം, അവർക്ക് ഈ ഉം, പറഞ്ഞ ഉം, പോലെ ഉം. സ്ട്രെങ്ത് ട്രെയിനിങ് തന്നെയാണ് കൊടുക്കേണ്ടത്. അവരുടെ മസിൽസ് ആ വീക്ക് ആ ആകുമ്പോഴാണ് നമ്മുടെ ജോയിന്റ് പെയിൻ വരുന്നത്. ആ അതെ അതെ. ഉം. ആ ആ
ഏതായാലും നമ്മൾ അപ്പൊ അടുത്ത ഇതില് ഈ റംസാനോട് കൂടി നമ്മൾ അതിലെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ ട്രൈ ചെയ്യും. ഓക്കെ 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 താങ്ക് യു. ഓക്കെ താങ്ക് എന്തായാലും എനിവേ താങ്ക് യു അജ്മൽ ബ്രോ. താക്കോൽ ഓണക്കാരാണ് സംശയങ്ങൾ ചോദിച്ച എല്ലാവരോടും ഒലക്കാണ് വളരെയധികം നന്ദി. നമ്മളെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുമെങ്കിൽ തന്നെയും നമ്മളെ ഈ പ്രോഗ്രാം ചെയ്ത 6ന്റെ മുകളിൽ റിസൾട്ട് കിലോ വെയിറ്റ് കുറച്ച് നമ്മൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, സാലിഹ് ബ്രോ. സാലിഹ് ബ്രോ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളെ റിസൾട്ട് ഷെയർ ചെയ്യും. എന്തായിരുന്നു നിങ്ങളെ മുന്നത്തെ അവസ്ഥ, ഇപ്പൊ എന്താണ്? ഞാന് കഴിഞ്ഞ ഡിസംബർ 26-നാണ് തുടങ്ങുന്നത്. അപ്പൊ അന്ന് ഞാൻ വെയിറ്റ് നോക്കുമ്പോ കേൾക്കുന്നില്ലേ ഞാൻ പറഞ്ഞ്? ആ കേൾക്കുന്നു, audible ആണ്. 82.5 അത്ര കിലോ ഉണ്ടായിരുന്നു ഞാൻ. അപ്പൊ അന്ന് ഇപ്പൊ നമ്മുടെ അനീഷ് സാറിന്റെ കീഴിലാണ് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ ജിമ്മിലൊന്നും പോയിട്ടൊന്നുമില്ല. അനീഷ് സാർ പറയുന്ന ചില എക്സസൈസുകൾ വീട്ടിൽ നിന്ന് ചെയ്ത്, അതോടൊപ്പം തന്നെ രാത്രിയിൽ ചോറ് കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കി. രാത്രിയിൽ ചോറ് കഴിക്കുന്നതേ ഇല്ല. പിന്നെ രാവിലത്തെ ഫുഡ് ഞാൻ കഴിക്കുന്നത് വളരെ അളവ് കുറച്ചിട്ടും, അതുപോലെ ഉച്ചക്കത്തെ ചോറ് ഇതേപോലെ. പിന്നെ പൊരിക്കടികൾ ഞാൻ പാടെ ഒഴിവാക്കി. ഇതൊക്കെ കഴിക്കുന്ന ഒരാളായിരുന്നു, എല്ലാം വാരി വലിച്ച് നിന്ന ഒരാളായിരുന്നു. പിന്നെ അതുപോലെ ഈ മീറ്റ് ഐറ്റംസുകൾ അതിന്റെ അളവ് ചുരുക്കി. അങ്ങനെ ഒരു മാസം കൊണ്ട് 6 കിലോ കുറഞ്ഞു ഞാൻ. കഴിഞ്ഞ ജനുവരി 25 ആകുമ്പോഴേക്കും 76-ലേക്ക് എത്തി നമ്മളത്. പിന്നെ ഞാനൊരു 2 ആഴ്ചക്ക് ഞാൻ UAE പോകാനുണ്ടായിരുന്നു. പിന്നെ അപ്പൊ അതിന്റെ ശേഷം എക്സസൈസ് ഒന്നും ഉണ്ടായിട്ടില്ല. ആ സെയിം ആ ലെവലിൽ തന്നെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ അവിടെ എന്താണ് അളവിൽ നമ്മൾ കഴിച്ചു. അപ്പൊ അതുകൊണ്ട് വന്നപ്പോഴും ആ ഒരു സെയിം കിലോ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോ ഇപ്പോ നോമ്പായപ്പോ വീണ്ടും 1-2 കിലോ കുറഞ്ഞ് ഇപ്പൊ 74 സംതിങ് ഒക്കെ ആയി. എന്തായാലും മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് മനസ്സിലായത് നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് എന്താണ് മറ്റു കാലിന്റെ തരിപ്പൊക്കെ ഉണ്ടായിരുന്നു, ഓവർ വെയിറ്റ് കാരണമൊക്കെ. പിന്നെ ഈ തലയിൽ എന്താ ഒരു ഭാരം കൂടിയ പോലെയൊക്കെ ഈ നിൽക്കുന്ന സമയത്തൊക്കെ. ഇപ്പൊ അതൊന്നും എനിക്ക് അനുഭവം ഇല്ല. പിന്നെ അതുപോലെ അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സഞ്ചാരം, അതൊന്നും ഇല്ല. ഇപ്പോ ഏകദേശമൊക്കെ ഒരു നോർമൽ ലെവലിലായി. ഇപ്പൊ മെയിൻ പ്രശ്നം ഇപ്പൊ രാത്രിയിലെ ഉറക്കമാണ്. ഉറക്കവും ഇതുപോലെ 10 മണിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് വേറെ പല കാരണങ്ങളുണ്ട്. എന്തായാലും 12 മണി അല്ലെങ്കിൽ 11:30 ആ ലെവലിലാണ് ഉറക്കം വരുന്നത്. ഉറക്കത്തിന്റെ പ്രശ്നം മാത്രമേ ഇപ്പൊ ഉള്ളൂ. അതിപ്പോ നമ്മുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രം. വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുകയും ചെയ്യും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഹാപ്പി ആണല്ലോ അപ്പൊ? ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാലിഹ് ബ്രോ. എനിവേ ഇന്നത്തെ ഒരു ഞായറാഴ്ച പ്രഭാതം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോയി. അതിനെ പോസ്റ്റ് ചെയ്ത പ്രിയപ്പെട്ട അജ്മൽ ബ്രോ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ക്വസ്റ്റ്യൻ ആൻസറുകൾ. ഒരു മിനിറ്റ് ആ പറഞ്ഞു. അനീഷാർ, ഒരു സംശയം. നേരത്തെ പറഞ്ഞില്ലേ ജിമ്മില് പോയി എന്താണ് ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളുകൾ ജിമ്മിൽ പോകരുത്. അപ്പൊ എല്ലാവർക്കും ഉള്ളതാണ് അത്? അല്ല സോറി, ജിമ്മില് പോവന്നെ വേണമെന്ന് പറഞ്ഞു. അത് വീട്ടിൽ എക്സസൈസ് ചെയ്യരുത്, അത് എല്ലാവർക്കും ഉള്ള നിയമമാണോ അതോ ഈ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളുകൾക്കുള്ളതാണോ? അത് സത്യം പറഞ്ഞാൽ എല്ലാരും അങ്ങനെ ചെയ്യണം. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല അതിന്റെ കറക്റ്റ് ഫോം എങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ആ ഇഷ്യൂ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ പറ്റി അറിയുള്ള ഒരാളെ അണ്ടറിൽ നിന്ന് വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഓക്കെ. ഇപ്പൊ നമ്മളെ പോലത്തെ ഇപ്പൊ എനിക്കിപ്പം 33 വയസ്സായിട്ടുള്ളൂ. അപ്പൊ എന്നെ പോലത്തെ ആൾക്കാര് ഇപ്പൊ കാര്യമായിട്ട് ഇപ്പൊ നമുക്കറിയില്ല, നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഒന്നും കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഈ വർക്കൗട്ട് വീട്ടിൽ നിന്ന് ചെയ്താൽ മതിയോ അതോ ഇനി ജിമ്മിൽ തന്നെ പോണോ? അതാണ് ഞാൻ ചോദിച്ചത്. ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ജിമ്മിൽ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 2 ഡംബൽസ് ബാറൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെക്കുക. എന്നിട്ട് ഒരു ട്രെയിനറോട് ചോദിക്കുക എന്തൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അത് അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറോട് തന്നെ ചോദിക്കുക. എന്നിട്ട് ആര് പറഞ്ഞ വർക്കൗട്ട് ആ ഒരു ഫോമിൽ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് മതി. അല്ല, ഇപ്പൊ നമ്മളിവിടെ എന്തോ ഓട്ടം നടത്തം ഇതോ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഓടലും ഈ നടത്തമൊക്കെ? ഓടുക നടക്കുന്നൊക്കെ പറഞ്ഞ് നമ്മള് ജസ്റ്റ് കാലറി ബേണിംഗ് എന്നുള്ള രീതിയിൽ ഇപ്പോ ജസ്റ്റ് ഒരു വെയിറ്റ് ഫാറ്റ് ലോസിനാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളെ മസിൽസിന് സ്ട്രെങ്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജോയിന്റ് പെയിൻ ഒക്കെ വരുന്നത് നമ്മളെ മസിൽസ് വീക്ക് ആകുമ്പോഴാണ്. അപ്പൊ അതിന് ശരി ശരി. സ്ട്രെങ്ത് വരണമെങ്കിൽ ഓക്കെ. നമുക്ക് ഈ പറഞ്ഞ പോലെ ജിമ്മിൽ ട്രെയിനിങ് തന്നെ തന്നെ പോണത്. വേണം. അതന്നെ. അപ്പൊ നിങ്ങൾ ഈ മസിൽ സ്ട്രെങ്ത്തിന്റെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒരു ട്രെയിനറെ സമീപിക്കേണ്ടത് അല്ലേ?
അതെ അതെ. ഹലോ. ഓക്കെ ആ ഓക്കെ അതെ അതെ. ഓക്കെ. ഓക്കെ ഓക്കെ. താങ്ക് യു വെരി മച്ച് നജ്മി ബ്രോ. താങ്ക് യു സാനി ബ്രോ. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കാരണം ആരും ഇവിടെ മൊണപ്പൊളി ആയിട്ട് നിന്നിട്ടില്ല. ഇതുവരെ നിങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുക, ഹെൽത്തി ആവുക, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹലോ, ആ ചോദിച്ചോളൂ. ഒരു സംശയം ചോദിക്കട്ടെ? എന്തായാലും ചോദിച്ചോളൂ ഇവിടെ. അതായത് നമുക്ക് ജിമ്മിൽ പോവുകയാണെങ്കിൽ അത് ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് പല സമയത്താണ് ഡ്യൂട്ടി ഉണ്ടാവുക. മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടാവും, സെക്കൻഡ് ഉണ്ടാവും, നൈറ്റ് ഉണ്ടാവും. അപ്പൊ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു സമയത്ത് ജിമ്മിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോയില്ല. ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ചിലപ്പോ ഡയറ്റും കാര്യങ്ങളൊന്നും എടുക്കാത്തോണ്ടായിരിക്കും അന്ന് മാറ്റം ഉണ്ടായില്ല. ഇപ്പൊ ആണെങ്കിൽ ഇപ്പൊ ഡയറ്റ് എടുത്തിട്ടും എനിക്ക് മാറ്റമില്ല. അപ്പൊ വർക്കൗട്ട് ചെയ്യാതെ ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു. വീട്ടിൽ നിന്നാണെങ്കിൽ അതിനായിട്ട് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചാല് ഒന്നെങ്കിൽ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഓക്കെ ആവില്ല. അങ്ങനെയൊക്കെ ഓരോതായിട്ട് ഇതുവരെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയില്ല. അപ്പൊ ഈ പ്രോപ്പർ അല്ലാത്ത സമയത്ത് പല സമയങ്ങളിലായിട്ട് നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റുമോ? അതിന് പ്രശ്നമുണ്ടോ? അതിനൊന്നും പ്രശ്നമുള്ളതല്ല. നമുക്ക് എപ്പോഴാണ് നമ്മൾ ഫ്രീ ആവണം ആ ടൈമിൽ പോയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിൽ 3 ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഡയറ്റ് എടുത്തിട്ട് നമ്മള് ഈ മാറ്റില്ല എന്നുണ്ടെങ്കിൽ ജിമ്മ് അല്ല, പറഞ്ഞോളൂ. ഡയറ്റ് ഞാനിപ്പോ ഈ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അതായത് നമുക്ക് തോന്നും ഒരു, അതായത് മെലിയുന്ന പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വെയിറ്റിൽ ഒരു കുറവും വരില്ല. അതായത് ഇതിന് മുന്നേ നമ്മൾ സ്വയമായിട്ടും ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മളോട് പുറമേ നിന്ന് ആളുകൾ പറയും മെലിഞ്ഞണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖമാണെങ്കിലും നമ്മൾ വെയിറ്റ് മെഷീനിൽ കയറുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം പറ്റ എന്താ പറയാ ഫ്ലോപ്പായി പോകുന്ന പോലെ അതാണ്. കാരണം വെയിറ്റ് മെഷീൻ കയറുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ ഒരു കണ്ട വെയിറ്റ് മെഷീനിൽ ഒരു 200-300 ഒക്കെ കൂടുകയെന്നല്ലാതെ ഈ കുറയുന്ന ഒരു പ്രതിഭാസം എന്തുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് ചിലപ്പോ എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണോ എന്താ എനിക്കറിയില്ല. അത് വെയിറ്റ് ഗെയിൻ ഭയങ്കര സ്ലോലി ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പം എന്തായാലും വർക്കൗട്ട് മസ്റ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ പറ്റാഞ്ഞിട്ടാണ്. പിന്നെ ആണെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് എനിക്ക് ഈ നടന്നു കഴിഞ്ഞാല് മോർണിംഗ് വാക്ക് ആയാലും ഇനിയിപ്പോ ഈവനിങ് വാക്ക് ആയാലും നടത്തം നമ്മുടെ സൂം എനിക്ക് ഇപ്പൊ കട്ടാവും നന്നായിട്ട് കേട്ടോ മാറ്റം മാഡം. ഉണ്ടാക്കുന്ന ആൾ. നമ്മുടെ സൂം ആ ഇപ്പൊ കട്ടായി കഴിഞ്ഞാൽ പ്രോഗ്രാം ആ ചോദിച്ചോളൂ. ആയിക്കോട്ടെ, സാരമില്ല. എത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം ഈ പ്രോപ്പറായിട്ട് പറ്റുമോ ഇല്ലയെന്ന് അറിഞ്ഞാൽ മതി. അല്ലെ അതായത് ഏത് സമയത്ത്? ഈ ഇഷ്ടമുള്ള ടൈമിൽ പോവാ. ഒരു സമയത്ത് തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇപ്പൊ ഈ ആ ഡയറ്റിന്റെ കേസിലാണ് തന്നെ പക്ക ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങുക. കാരണം നമ്മള് സ്വയം ഡയറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ആരെല്ലാം എടുത്ത ഡയറ്റ് ആണെങ്കിൽ തന്നെ, ഒരു സ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ അതിന്റെ കാലറിയിൽ ഡിഫറൻസ് വന്നു. സോ നമ്മളെ വെയിറ്റും ഹൈറ്റും ആ എല്ലാം വേറെ ആളത്. അപ്പോ അതിന്റെ അതെ, കാര്യങ്ങൾ നമ്മൾ ഈ നമ്മൾ BMI വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സമയത്ത് എംപ്റ്റി സ്റ്റൊമക്ക് ആയിരിക്കണം അല്ലെ? അങ്ങനല്ല. നമ്മള് എംപ്റ്റി വർക്കൗട്ട് സ്റ്റൊമക്കിൽ ചെയ്യുന്ന ഒരിക്കലും വർക്കൗട്ട് ചെയ്തിരുന്നു സ്റ്റഡീസ് പറയുന്നത്. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിരിക്കണം. ഓരോ ശരീരം ഓരോ അതല്ല, ആൾക്കാരും നമ്മള് ഡിഫറെന്റ് ആണ്. ഫുഡ് കഴിച്ചിട്ട് എത്രയോ മണിക്കൂറിന് ശേഷം അങ്ങനെ എന്തോ അല്ലേ വർക്കൗട്ട് ചെയ്യാൻ ഒരു പറ്റുള്ളൂ 1 യോഗ ക്ലാസ്?